ദയാഭായ് അല്ല, ദയാസമുദ്രം. ഇവരെ അല്ലെങ്കിൽ പിന്നെ ആരെയാണ് ദയാസമുദ്രം എന്ന് വിളിക്കാൻ കഴിയുക? ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രരും ചൂഷണം ചെയ്യപ്പെടുന്നവരുമായ ഉത്തരേന്ത്യയിലെ മർദ്ദിത ദളിത് ജനവിഭാഗങ്ങളോടൊപ്പം അവരിൽ ഒരാളായി ജീവിച്ച് അവർക്ക് മുമ്പിൽ ഒരു പ്രകാശഗോപുരമായി നിൽക്കുന്ന ഇവരെ നാം അറിയാതെ പോകരുത്. അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളെക്കുറിച്ചും രീതികളെക്കുറിച്ചും അറിയുമ്പോൾ നാം അറിയാതെ അല്ല, അറിഞ്ഞു തന്നെ പറഞ്ഞു പോകും, നന്മ നിറഞ്ഞവളെ നിനക്ക് സ്തുതി. ഇത് ദയാഭായിയുടെ കഥയാണ്. 1941 കോട്ടയം ജില്ലയിലെ പാലായ്ക്കടുത്തുള്ള പൂവരണിയിൽ ജനിച്ച് കന്യാസ്ത്രീയാകാൻ കൊതിച്ച് ഒടുവിൽ കന്യാസ്ത്രീ മഠം വിട്ടുപേക്ഷിച്ച് ചൂഷണം ചെയ്യപ്പെടുന്ന ഗോത്രവർഗക്കാരുടെ കഠിന ജീവിതങ്ങൾക്കൊപ്പം സ്വജീവിതം ചേർത്തുവെച്ച മേഴ്സി മാത്യുവിൻ്റെ കഥ. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ 3-4 ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ദയാഭായ്, നിങ്ങളുടെ പേരിൽ ഒരു പ്രത്യേകതയുണ്ടല്ലോ. എൻ്റെ പേര് തന്നെ ഞങ്ങള് ആദ്യത്തെ ഇരട്ട കുട്ടികളായിരുന്നുകൊണ്ട് ശരിക്കും കിട്ടേണ്ടത് വല്യമ്മയുടെ പേര് അന്നയായിരുന്നു. പക്ഷേ അന്ന് നേർച്ചപ്പേരോ എങ്ങനെയോ ഇട്ട് മേഴ്സിന്നായി. മേരി എന്നുള്ള അതിൽ നിന്ന് വന്നു. അങ്ങനെ ഞാനെന്നും മേഴ്സിയായിരുന്നു. ആ പേരിനോട് എനിക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നു. അത് ജീവിക്കണമെന്നും ഉണ്ടായിരുന്നു. പക്ഷെ ആ മേഴ്സി വെച്ചോണ്ടാണ് ഞാൻ വളർന്നത്. പിന്നെ ഞാൻ ഓരോ സ്ഥലത്തും പോയപ്പോൾ എനിക്കൊരു പന്തികേട് തോന്നും. ബംഗ്ലാദേശിലെ ഈ പാവപ്പെട്ടവരുടെ ഇടയ്ക്ക് മേഴ്സി എന്ന് പറയുമ്പോൾ അവർ മോഷി എന്ന് പറഞ്ഞാൽ ആൻറ്റി. അപ്പോൾ അതൊരു ഫിറ്റാണെന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ ഭാഷയിൽ ഞാൻ ആക്കി. അപ്പോൾ കൊരുണ എന്നായി ബംഗാളിയില്. അവിടെ ഞാൻ കൊരുണയായി. പിന്നെ ഹരിയാനയിൽ ജോലി ചെയ്തപ്പോൾ അവരുടെ സ്ത്രീകളുടെ എല്ലാം പേരോടുകൂടി ഒരു വതിയുണ്ട്. അപ്പം അവിടെ ഞാൻ ദയാവതിയായിരുന്നു. ഇവിടെ വന്നപ്പം ബായി ആക്കാൻ ഒരു പ്രത്യേക കാരണം, ഈ ഗോണ്ട് ആദിവാസികളിലെ രക്തബന്ധമുള്ള സ്ത്രീകള് പെണ്ണുങ്ങളെല്ലാം ബായിയാണ്. മോള്, അമ്മ, ഗ്രാൻഡ് ഡോട്ടർ, പെങ്ങള് ഒക്കെ ബായി എന്ന് വിളിക്കും. അത് വളരെ വാത്സല്യപൂർവ്വമുള്ള ഒരു പേരാണ്. പക്ഷെ ബായിക്ക് വേറൊരു അർത്ഥമുണ്ട്. ഈ പണക്കാരും വലിയ ആളുകൾ, സോക്കമുണ്ട്, അവര് ബായി എന്ന് വിളിച്ചാല് തീരെ പുച്ഛിച്ച് തരം താഴ്ത്തി വിളിക്കുന്ന ഒരു പേരും കൂടെ. ഞാനിങ്ങനെ ക്ലാസ് ചെയ്ത് പൊതുസ്ഥലത്ത് വരുമ്പോൾ ഈ ബായി എന്നുള്ള ഒരു അഡ്രസ്സ് എനിക്കും കിട്ടാറുണ്ട്. അപ്പോൾ അത് ഞാൻ ജീവിക്കാനും കൂടെ ആഗ്രഹിക്കുന്നു. അവർക്ക് നടക്കുന്നതൊക്കെ അനുഭവിക്കുകയും കൊടുത്ത് രണ്ടും കൂടെ കൂട്ടി ഞാൻ ദയാഭായി മേഴ്സിന്നുള്ള ട്രാൻസ്ലേറ്റ് ചെയ്തു. അവർക്ക് ബായി അവർക്ക് ഇഷ്ടമുള്ള ഒരു പെങ്ങളോ ഒക്കെ ഒരു സംസ്കാരത്തിന്റെ കൂടെ ഉണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ ജീവിച്ചിട്ടുള്ള പഴയ വില്ലേജ് അവരെന്റെ കാല് തൊടും. ആ കാല് തൊടുന്നത് പെങ്ങളുടെയും മോളുടെയും, അല്ലാതെ ബഹുമാനപൂർവ്വം അമ്മയുടെ കാല് ഒരിക്കലും തൊടും. അപ്പൊ എന്റെ കാല് തൊട്ട് എനിക്ക് ആശീർവാദം തരില്ല. അപ്പൊ എനിക്കത് നല്ലൊരു ഫീലിംഗ്. എന്നെ അവർ സ്വന്തം മോളെ പോലെ ഗ്രാൻഡ് ഡോട്ടറെ പോലെ സ്വീകരിക്കുന്നു. അതായത് അവരുടെ ഇടയിലേക്ക് അവരായിട്ട് അടുക്കാൻ പറ്റിയ ഒരു പേര്. അതില് എന്റെ ഐഡന്റിഫിക്കേഷന്റെ ഒരു ഭാഗമാണ്, ഐഡന്റിഫൈങ് വിത്ത് പീപ്പിൾ. ബംഗാളിൽ നിന്ന് ഹരിയാനയിൽ നിന്ന് ഇപ്പം മധ്യപ്രദേശ്, ഈ മധ്യപ്രദേശിലെ ആദിവാസികളുടെ മേഖല തന്റെ പ്രാവർത്തിക മേഖലയായി തിരഞ്ഞെടുക്കുവാൻ എന്തെങ്കിലും പ്രചോദനം അഥവാ നിമിത്തം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ആദിവാസിയായിട്ടുള്ള കോണ്ടാക്ട് ഞാൻ കോൺവെന്റിൽ ചേർന്നപ്പോൾ ജാർഖണ്ഡിലായിരുന്നു, അന്നത്തെ ബീഹാറിൽ. അതൊരു സ്വിസ് കോൺഗ്രിഗേഷനിലായിരുന്നു. ചുറ്റോട് ചുറ്റും ഞങ്ങളുടെ അകത്തും കുറേ മെമ്പേഴ്സും ഒക്കെ ആദിവാസി. അങ്ങനെയാണ് എനിക്ക് ആദിവാസി പ്രേമം തന്നെ തുടങ്ങിയത്. ഞാൻ കോൺവെന്റ് വിട്ട് കഴിഞ്ഞിച്ച് ഒരു ആദിവാസി ഏരിയയിലൊരു സ്കൂളിൽ 100% ആദിവാസികൾ പഠിക്കുന്ന സ്കൂളിലാണ് പഠിപ്പിച്ചത്. അവിടെ മുതലാണ് ആദിവാസി ലൈഫ് എന്നെ ഒത്തിരി സ്വാധീനിച്ചത്. ഞാൻ സിംപ്ലിഫൈ ചെയ്തതൊക്കെ ഇവരെ കണ്ടും
പലതും വേണ്ടാന്ന് വയ്ക്കാനൊക്കെ പറ്റി. അപ്പോൾ ആദിവാസി പ്രേമം ഇന്നും ഉണ്ടായിരുന്നു. ഇവരുടെ ഈ ജീവിതമൊക്കെ കണ്ട് അവരിലേക്ക് പ്രവർത്തിക്കണമെന്നും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ നോക്കിയപ്പോൾ മധ്യപ്രദേശ് ഏറ്റവും ബാക്ക്വേർഡായിട്ടാണ് അന്ന് മനസ്സിലാക്കിയത്. ഇപ്പോൾ MSW പഠിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ട് ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തു. കാരണം ആ കോഴ്സ് ഈ ആദിവാസികളുടെ ഇടയ്ക്ക് ഒരു മാർജിനലൈസ്ഡ് ഗ്രാമീണ സ്ഥലത്ത് പോയി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് അല്ലെന്ന് തോന്നി. അപ്പോൾ അവരെ ക്വസ്റ്റ്യൻ ചെയ്ത് ചലഞ്ച് ചെയ്ത് ഞാൻ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. അവർ ആ കോഴ്സിൽ ഒരുപാട് മാറ്റം വരുത്തി ടു മീറ്റ് ദ റെലവൻറ്റ് നീഡ് ഓഫ് ദ ടൈം. ആ സമയത്തിനനുസരിച്ച് ഒത്തിരി വ്യത്യാസപ്പെടുത്തിയപ്പോൾ പിന്നെ സ്റ്റുഡൻസിൻ്റെ സജഷനൊക്കെ വളരെ സീരിയസ് ആയിട്ട് നല്ലൊരു കോളേജായിരുന്നു. 8 വർഷം കഴിഞ്ഞാണ് ഞാൻ സെക്കൻഡ് ഇയർ ചെയ്യാൻ പോകുന്നത്. അപ്പോഴത്തേക്കും എനിക്ക് ഈ ആദിവാസി ഏരിയയിൽ ഫീൽഡ് വർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ ഫീൽഡ് വർക്ക് മഹാരാഷ്ട്രയിൽ ഒരു ആദിവാസി ഗ്രാമത്തിൽ ചെയ്തു. പിന്നെ റൂറൽ സ്റ്റഡി ചെയ്യാനായിട്ട് റിസർച്ച് പോലെ അത് ഗ്രൂപ്പായിട്ട് പോകണമായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു പറ്റിയ ഫീൽഡല്ല അവർ തിരഞ്ഞെടുത്തിരുന്നത്. പക്ഷെ അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, നീ ഗ്രൂപ്പിൻ്റെ കൂടെ പോകണമെന്നില്ല, യു ആർ ഓൾറെഡി ഹെഡ്, സോ യു ഗോ എനിവേ, നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോയിക്കോളാൻ പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഭാവിയിൽ ഞാൻ മധ്യപ്രദേശിൽ പ്രവർത്തിക്കും, അതുകൊണ്ട് ഇങ്ങനെ ഈ ആദിവാസികളുടെ ഇടയിൽ അവരിൽ ഒന്നായി ജീവിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ജന്മിമാരെ ഭീഷണികളോ പീഡനങ്ങളോ സഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ? ഇവിടെ ജന്മിമാർ ആദിവാസികളാണ്. കാരണം ഇവിടെ ആദിവാസികൾ 11 സെഞ്ച്വറീസ് ഭരിച്ചിരുന്ന അവരുടെ സാമ്രാജ്യമായിരുന്നു. ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ് മറ്റുള്ളവർ അങ്ങോട്ട് കുടിയേറിയാണ് അവർ വലിയ ആൾക്കാർ. അങ്ങനെ ഇവരെ ഒരു ഇവരുടെ സംസ്കാരം, ഭാഷ, ഇവരുടെ ലാൻഡ് സൂത്രത്തിലെടുക്കുക, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പം ജന്മികൾ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവിടെയുള്ള പവർഫുൾ അത് അധികവും പൊളിറ്റീഷ്യൻസ്, വ്യാപാരികൾ, ഈ 2 വർഗമാണ്. ട്രേഡേഴ്സ് അവർ ഇവരുടെ ഗ്രാമം തോറും പോയി ഇവരിൽ നിന്ന് സാധനങ്ങൾ എന്നൊക്കെ ബാർട്ടർ എക്സ്ചേഞ്ച് ആയിരുന്നു. ഇതൊരു കണക്റ്റഡ് ഗ്രൂപ്പാണ്. കോൺഗ്രസ് ആയിരുന്നു വർഷങ്ങളായിട്ട് ഭരിച്ചിരുന്നപ്പോൾ ഓരോ ഗ്രാമത്തിലും ഒരു കോൺഗ്രസ് ചെറിയ നേതാവ് കാണും, അയാളായിരിക്കും മെയിൻലി കൺട്രോൾ. അപ്പൊ എൻ്റെ ഈ വർക്ക് കൊണ്ട് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പീഡനം ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ്സുകാരിൽ നിന്നാണ്. പിന്നെ ലോവർ ലെവലിലുള്ള ഗവൺമെന്റ് വർക്കേഴ്സ്, പോലീസ്, ഫോറസ്റ്റ് ഗാർഡ്, അത് പല തരത്തിലാണ്. MLA-യുടെ അടുത്ത് കംപ്ലൈൻറ്റ് കൊടുക്കും. പിന്നെ അത് കമൽനാഥിൻ്റെ, പക്ഷെ കമൽനാഥ് MP വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അയാൾ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവരിൽ തന്നെ ചിലർ അവളെ അറ്റാക്ക് ചെയ്തത് എന്നെ, അല്ലെങ്കിൽ എന്നെ പണ്ടേ തട്ടിയനായിരുന്നു എനിക്ക് ഷുവറാണ്. ഇയാളിങ്ങനെ പറഞ്ഞതുകൊണ്ട്. കാരണം ഒരു പോലീസ് എന്നെ ഇടിച്ചു, എൻ്റെ പല്ല് പോലും പോയത് ഒരു പോലീസിൻ്റെ ഇടിയാ. പോലീസ് സ്റ്റേഷനിൽ ഒരു പെണ്ണിൻ്റെ റിപ്പോർട്ടിന് പോയത്. അയാൾ അവിടുത്തെ കോൺഗ്രസ് നേതാവുമായിട്ട് ബന്ധപ്പെട്ടു, ഗുണ്ടകളെ എൻ്റെ വീട്ടിൽ വിട്ടു. അങ്ങനെയൊക്കെ ഒരുപാട് തരത്തിൽ ഒരു മിനിസ്റ്ററുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നു. ഇങ്ങനെ പലതരത്തില്. പക്ഷെ കോൺഗ്രസ് പ്രവർത്തകരും അതോട് ബന്ധപ്പെട്ട വ്യാപാരികളുമാണ് കൂടുതൽ എനിക്ക് പ്രശ്നങ്ങളുണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൽ ചിലരൊക്കെ കുടി കൊടുത്ത ആളുകളെ അവരുടെ സൈഡില് ആക്കി, ട്രൈബൽസിന്റെ ഒരു സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. അത് മിസ്യൂസ് ചെയ്ത് ഇവരെ കുടിപ്പിച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ എവിടെയായിരുന്നു ജനനം, വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം, അത് കഴിഞ്ഞ് ഈ മേഖലയിലേക്ക് വരാനുള്ള പ്രചോദനം? ജനിച്ചത് അമ്മയുടെ വീട്ടില് പൂരണി എന്ന് പറയുന്ന പൈവേ അപ്പുറത്തെങ്ങാണ്ടാണെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ അവർ പിന്നീട് വരുന്നതിന് കൊച്ചിയിലേക്ക് പോയി. വളർന്നത് പൂരണിയിലാണ്. പപ്പായുടെ വീട് പൂരണിയിലാണ്. 3 വയസ്സുള്ളപ്പോൾ മുതൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് സംഭവങ്ങളൊക്കെ. 3 വയസ്സായപ്പം അമ്മയുടെ വീട്ടിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് പപ്പായുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പ്രൈമറി സ്കൂൾ വീടിന് തൊട്ടടുത്ത് തന്നെ കൊച്ചുകൊട്ടാരം. അത് പപ്പായുടെ ഒക്കെ ഗ്രാൻഡ് ഫാദറൊക്കെ തുടങ്ങിയ ഒരു സ്കൂളാണ്. പപ്പ അതിൻ്റെ മാനേജ്മെൻറ്റും ഒക്കെ എല്ലൊക്കെ ഉള്ള ഒരു പ്രധാന വ്യക്തിയായിരുന്നു. പിന്നെ പ്രൈമറി സ്കൂൾ കഴിഞ്ഞ് വടക്കുപാടത്ത് മിഡിൽ സ്കൂളിൽ, അതൊരു കോൺവെൻറ്റ് സ്കൂള്, കർമ്മലീത്ത മലങ്കാരുടെ, അവിടെ 8 വരെ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ 3rd 4. അത് കഴിഞ്ഞ് ഹൈസ്കൂളിൽ 3 വർഷം. അത്
പള്ളിയുടെ മാനേജ്മെൻറ്റ് സ്കൂളിൽ, സെൻറ്റ് ജോസഫ് സ്കൂളിൽ. 11th സ്റ്റാൻഡേർഡ് അന്നത്തെ 6th ഫോം കഴിഞ്ഞിട്ടാണ് ഞാൻ ബീഹാറിലേക്ക് പോകുന്നത്. അപ്പം BSc ബീഹാറിൽ പഠിച്ചു, MSW ബോംബെ പഠിച്ചു, LLB ഇവിടെ പഠിച്ചു, പിന്നെ ചെറിയ കോഴ്സ് നഴ്സിംഗ് കോഴിക്കോട് പഠിച്ചു. കുറേ സർട്ടിഫിക്കറ്റിനല്ല, കുറേ പ്രാക്ടിക്കലായിട്ട്. ഇപ്പം ഈ നേഴ്സിംഗും സോഷ്യൽ വർക്കറും അതോടൊപ്പം നിയമവും ഈ മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റിയ എല്ലാം തന്നെ നിയമപരമായിട്ടുള്ള ശക്തി തന്നെയാണ്. നേഴ്സിംഗ് കൊണ്ട് എന്തെങ്കിലും പ്രചോദനം അവിടെ പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റി സാധിക്കുന്നുണ്ടോ? നേഴ്സിംഗ് ഞാൻ പഠിക്കാൻ ഞാൻ കോൺവെന്റ് വിട്ടപ്പം കോൺവെന്റിൽ നിന്ന് ഏകദേശം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു ഞാനൊരു മെഡിസിന് പോകുന്നു. അതുകൊണ്ട് ആ വിഷയങ്ങളാണ് എടുത്തതും പഠിച്ച് പാസ്സാണെങ്കിൽ കുറച്ച് പേരെ മെഡിസിന് വിടണമെന്നുണ്ടായിരുന്നു. അപ്പം ബയോളജി എടുത്ത് പഠിച്ചു. പക്ഷേ ഞാൻ ലീവ് ചെയ്തല്ലോ. അപ്പം ഈ സേവനം ചെയ്യാൻ അന്നൊക്കെ ഈ സോഷ്യൽ വർക്കൊന്നും അറിയത്തില്ല. ഒന്നെങ്കിൽ നേഴ്സ് അല്ലെ ഡോക്ടർ അല്ലെ പഠിപ്പിക്കുക, ഇതൊക്കെ അറിയത്തുള്ളൂ. അപ്പം ഒരു നേഴ്സിനാണ് കൂടുതൽ ചെയ്യാവുന്നതെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടറിനെ കൂടുതൽ ചെയ്യാവുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞാൻ സമ്മതിച്ചത് തന്നെ മെഡിസിനാണ്. ലീവ് ചെയ്തപ്പോഴേ ഞാൻ ആദ്യം ചെയ്ത കറസ്പോണ്ടൻസ് കോഴ്സ് ഈ മാവേലി മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തിരുവല്ലാടത്തുണ്ട് ഒരു ഹോമിയോ മിഷൻ്റെ കറസ്പോണ്ടൻസ് കോഴ്സിൽ ഹോമിയോ ചെയ്തു. അത് കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെയും ഈ സോഷ്യൽ വർക്ക് ഒരു ഫീൽഡായിട്ട് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഈ അന്വേഷിച്ച് തേടിപ്പിടിച്ചൊക്കെ നടക്കുമ്പോഴാണ് കോഴിക്കോട് ഇങ്ങനെ, അതും കോഴിക്കോടല്ല UP-യിലുള്ള ഈ ഉർസ്ലാൻ സിസ്റ്റേഴ്സിന് ഞാൻ അവരൊത്തിരി സോഷ്യൽ വർക്കൊക്കെ ചെയ്യും. എനിക്കിങ്ങനെ ചെറിയ നേഴ്സിംഗിൽ ഇച്ചിരി അനുഭവം വേണം. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കോഴിക്കോട്ട് വരാം. അങ്ങനെ അത് ചെയ്തു. ഒന്നുമില്ലേലും രോഗികളെ ശുശ്രൂഷിക്കാനും പിന്നെ എനിക്ക് ഒത്തിരി ഈ കോഴിക്കോട് ഞാൻ നഴ്സിംഗ് ചെയ്യുമ്പോൾ അന്ന് അച്ഛന്മാര് വഴി കിടന്ന ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നപ്പം സിസ്റ്റേഴ്സിനോട് ചോദിച്ചിട്ടാണ് അച്ഛൻ പറഞ്ഞു ചാപ്ലേന് എന്നും ഇവിടെ വരുമ്പോൾ വഴിയിൽ ഒരാൾ കിടക്കുന്നുണ്ട്, അയാൾ ഒത്തിരി സീരിയസ് കൊണ്ടുവരട്ടെ സിസ്റ്ററിനെ ചോദിച്ചപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞു. അയാളെ കൊണ്ടുവന്നു, അഡ്മിറ്റ് ചെയ്ത് നോക്കി ടെസ്റ്റ് ഹൈലി പോസിറ്റീവ്. ഈ ഹോസ്പിറ്റലിൽ തന്നെ ID വാർഡായിട്ട് 2 മുറിയുള്ള ഒരു ചെറിയ ഹൗസ് പുറത്തുണ്ട് സെപ്പറേറ്റ്. അയാൾ അവിടെയാക്കി. എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും ഇൻറ്റൻസ് എക്സ്പീരിയൻസ് അതാണ്. അയാൾ എപ്പോൾ ചെന്ന് നോക്കിയാലും കംപ്ലീറ്റ് യൂറിനേറ്റ് ചെയ്ത് സ്റ്റൂളിൽ ഇങ്ങനെ കുളിച്ച് ഭിത്തി മുഴുവനും ഡിസൈൻ ചെയ്ത പോലെ കഫം തുപ്പി ഇങ്ങനെ കിടക്കുമായിരുന്നു. ദിവസം ഒരു 3-4 പ്രാവശ്യം കൊണ്ടുപോയി മാറും, ചേഞ്ച് ചെയ്യും. അങ്ങനെ അത്രയും എന്നിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് മാസ്കും എല്ലായിട്ട്. അപ്പം ആരും അവിടെ നോക്കില്ല. ഞാനും വാർഡ് ബോയും തന്നെ ഇത് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പം ഈ പ്രൈവറ്റ് വാർഡിൽ എനിക്കൊരു കുട്ടി ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു അവള് ഞങ്ങളുടെ മുറി വരണ്ട, കാരണം ആ പേഷ്യൻ്റ് ഇങ്ങനെ ഒരു പേഷ്യൻ്റെ സ്റ്റോറി അവിടെ എല്ലാം പാട്ടായി, ഇവിടെ വരണ്ടാന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് അവരെ ശുശ്രൂഷിക്കണമെന്നില്ല, ഇതായിരുന്നു ഇത് ഞാൻ ഓപ്റ്റ് ചെയ്തു. ഇത് കഴിഞ്ഞിച്ച് സിസ്റ്റേഴ്സ് അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഞങ്ങൾക്ക് ഈ പേഷ്യൻറ്റിനെ നോക്കാൻ പറ്റിയല്ല. അപ്പോൾ അച്ഛൻ ചോദിച്ചു സിസ്റ്റർ ഡു യു വാണ്ട് മീ ടു ഗോ ആൻഡ് പുട്ട് ഹിം ബാക്ക് ഓൺ ടു ദ സ്ട്രീറ്റ് ഫ്രം വെയർ ഐ ബ്രോട്ട് ഹിം. അപ്പോൾ അവർക്ക് ഉത്തരവില്ല. അന്നേരം അവർ പറഞ്ഞു അതല്ല ഫാദർ, വി ഹാവ് നോ പേഴ്സണൽ ടു ലുക്ക് ആഫ്റ്റർ ഹിം. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഞാനത് ഏറ്റെടുത്ത് എന്നെ സംബന്ധിച്ചോളം വലിയൊരു അനുഭവമായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ അയാൾ മരിക്കണേന്ന്. കാരണം എനിക്കെപ്പോഴും ഒരു ചിന്തയായിരുന്നു എന്തായിരിക്കും. ഞാൻ ഡ്യൂട്ടി 3 ഷിഫ്റ്റ് പോലും ഒന്നിച്ച് ചെയ്യുമായിരുന്നു. ഒരു ഷിഫ്റ്റ് മാത്രമേ എനിക്ക് വേറെ പേഴ്സണൽ ലൈഫില്ല. അപ്പം ആളുകൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിയാകും വന്നിട്ട് മസി യുവർ ബോയ് ഫ്രണ്ട് ഈസ് സീരിയസ് നൗ ഇങ്ങനെയൊക്കെ ചുമ്മാ കളിയാക്കുന്ന. ബിക്കോസ് ഐ യൂസ് ടു കെയർ ഫോർ ഹിം. അയാൾക്ക് ബോധമില്ല. എന്നാ ചോദിച്ചാൽ അമ്മ സർ, ഇല്ല സർ, ജോർജ് സർ. പക്ഷെ അയാൾ മരിച്ചു. കിച്ചൺ സിസ്റ്റർ വളരെ നല്ലതായിരുന്നു, പ്രത്യേക ഡയറ്റൊക്കെ കൊടുക്കും. ഞാനും ആ സിസ്റ്ററും ഈ വാർഡ് ബോയും കൂടെ അതിൻ്റെ ഡ്രസ്സപ്പ് ചെയ്ത് അച്ഛനും ഞങ്ങൾ കൊണ്ടുപോയി ഇറക്കി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പാഠമായിരുന്നു. അപ്പം നമ്മളുടെ ആ സേവനം എന്ന് പറയുന്നത് ചില ചോയ്സ് എടുക്കും, എങ്ങനെയുള്ളവരെയാണ് സേവനം ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതെനിക്ക് ഒത്തിരി ഉപകാരം ചെയ്തു. ബംഗ്ലാദേശ് റിഫ്യൂജി ക്യാമ്പ് ജോലി ചെയ്തപ്പോൾ അവിടെ ആരും നോക്കാൻ ഇഷ്ടമില്ലാത്ത വലിയ സ്മോൾ പോക്സ്
TB, കോളറ, ഈ 3 വാർഡ് ഞാൻ ജോലി ചെയ്തു. അതും കഴിഞ്ഞ് ഒരു സമരം വന്നു, ക്യാമ്പ് ക്ലോസ് ചെയ്യാറാവുന്നു, ഒരു സമരം കൊണ്ടുവന്നിട്ട് വോളണ്ടിയേഴ്സ് ചെയ്തു. അപ്പം മദർ തെരേസയുടെ ആൾക്കാരും പിന്നെ കുറച്ച് സെമിനാരിയൻസും എന്നെ പോലെ 1-2 പേരാണ്. അന്ന് ഡെഡ് ബോഡി പോലും ഈ ഡെഡ് ബോഡി പോലും മോർച്ചറിയിലോട്ട് ദിവസം 8-10 ചുമന്നു. അതൊക്കെ ചെയ്യാൻ ഇങ്ങനെ ഇത്രയും ക്രൂഡായിട്ടുള്ള ജോലി ചെയ്തുകൊണ്ട് എനിക്കതൊരു എക്സ്പീരിയൻസ് എന്നെ അത് ഒത്തിരി വളർത്തി. മദർ തെരേസയുടെ കൂടെയുള്ള അനുഭവം എന്താണ്? മദർ തെരേസയുടെ കൂടെ 2 തരത്തിലുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ ചെയ്തത് ബോംബെയിലാണ്. ഒന്ന് ചിൽഡ്രൻസ് ഹോം ഉണ്ടായിരുന്നു, ഒന്ന് ഓൾഡ് ഏജ് ഹോം. ചിൽഡ്രൻസ് ഹോമിലുള്ളത് എനിക്കത് പോരാന്ന് തോന്നി. കാരണം കുട്ടികൾക്ക് ഈ ഒരുപാട് തരത്തിലുള്ള നല്ല ഭക്ഷണം, ഈ ഫോറിനിൽ നിന്ന് വരുന്ന ടിന്ന് ബോട്ടിലൊക്കെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൊടുക്കും. ഇഷ്ടംപോലെ ഡ്രസ്സുണ്ട്. അതിനപ്പുറത്തൊന്നും പോകണമെന്ന് എനിക്കുണ്ടായിരുന്നു. അത് ആ ചെറുപ്രായത്തിലല്ലേ നല്ലൊരു ഫോർമേഷൻ. ഇവർ പ്രായമായി കഴിഞ്ഞ് ഇവരെ കല്യാണം കഴിച്ച് പുറത്തോട്ട് വിടും. അപ്പം ഈ സ്റ്റാൻഡേർഡ് ജീവിച്ച് പുറത്ത് എവിടെ അവർ ഒരു ഓർഡിനറി ഫാമിലിയിൽ അഡ്ജസ്റ്റ് ചെയ്യും ഇങ്ങനെയുള്ള ഒരു സ്റ്റാൻഡേർഡിൽ നിന്ന് ഇതെനിക്കൊരു ചിന്തയാണ്. സോ എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഒത്തിരി നാളെ ഓൾഡ് ഏജ് ഹോമിൽ ജോലി ചെയ്തു. അത് നല്ലതായിരുന്നു. വെരി ഗുഡ് കെയർ. അവർക്കൊരിടം, ഒരു പിന്നെ ആശ്രയം, ഒരാശ്വാസമോ ആരും ഇല്ലാത്ത നല്ല ഇതായിരുന്നു. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്കൊരു ഇച്ചിരി ആശയക്കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചേരാൻ മനസ്സിൽ അവരോട് പറഞ്ഞില്ലെങ്കിലും ഇഫ് ഇറ്റ് ഫിറ്റ്സ് ഐ മേ ജോയിൻ. ഇങ്ങനെ ചില കാര്യങ്ങൾ കൊണ്ട് ചേർന്നില്ല. പിന്നെ ഈ സിസ്റ്റേഴ്സ് തന്നെ മെയിൻ ഓറിയന്റേഷൻ വാസ് ടു വർക്ക്. വർക്ക് നമുക്കും വളരാൻ സ്പിരിച്വലി പിന്നെ അങ്ങനെയൊക്കെ ഒരു അത് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. സ്വിസ് മലയാളികളെന്നും പറഞ്ഞൊരു ഗ്രൂപ്പിനുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായത് കേളി അവാർഡ് കൊണ്ടാണ്. ഒരു സ്വിസ് മലയാളി അവിചാരിതമായിട്ട് വേൾഡ് സോഷ്യൽ ഫോറത്തിൽ എൻ്റെ ദയാബായി ദ ലേഡി വിത്ത് ഫയർ എന്നുള്ള ബുക്കും ഈ പിന്നെ എന്നെപ്പറ്റി ദയാബായി പറഞ്ഞൊരു ഫസ്റ്റ് ഡോക്യുമെൻ്ററി റിലീസ് ചെയ്ത ആ അവസരത്തിൽ ഒരു സ്വിസ് മലയാളി ഇങ്ങനെ കയറി വന്ന് പരിചയപ്പെട്ടു. അപ്പം അത് ഫിലോമിന, ടോമിൻ്റെ ആൻറ്റിയാണ്. ആ ഫിലോമിന ഒത്തിരി നാളായിട്ട് ഇങ്ങനെയുള്ള ഒരാളിനെ ആരോ പറഞ്ഞിട്ട് അന്വേഷിച്ച് നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അവിടെ വെച്ച് കണ്ട് ഞങ്ങൾ വളരെ ക്ലോസായി, ഫ്രണ്ട്ലി ആയി. ആ ഫിലോമിന വഴിയാണ് ഞാൻ സ്വിറ്റ്സർലൻഡിലേക്ക് യൂറോപ്പിലൊരിക്കൽ വന്നപ്പം വരാനിടയായത്. അതിനൊക്കെ മുമ്പേ കേളി അവാർഡ് ഫിലോമിന വഴിയാണെന്ന് എനിക്ക് തോന്നുന്നു കേളിക്കാരെന്നെ അറിഞ്ഞു. അപ്പം എറണാകുളത്ത് വെച്ച് കേളി അവാർഡ് കിട്ടി. അതൊക്കെ ഞാൻ അറിയുകയും കേൾക്കുകയും പോലും ചെയ്യാത്തവരൊരാളിനെ തരുന്നതൊക്കെ എനിക്കതൊരു വലിയ അനുഭവമായിരുന്നു. ഇന്നും ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും ഒരുപാട് മലയാളികളുമായിട്ട് പരിചയപ്പെടാൻ, ഫ്രണ്ട്ലി ആകാൻ അതൊരു വലിയ സന്തോഷമാണ്. ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ. Feel quite at home here. Thank you. ചോദിക്കാനുള്ള ദയാബായി സെക്യുലർ ചിന്താഗതി വച്ച് പുലർത്തുന്ന ഒരാളാണല്ലോ. അപ്പോൾ നമ്മളുടെ മതം രാഷ്ട്രീയം കൂടിക്കലർന്ന് ഉള്ള ഒരു ഇന്ത്യൻ ഭാരത മണ്ണിൽ അങ്ങനെ ഒരു ചിന്താഗതിയിൽ ഒരു സ്കൂളൊക്കെ ആരംഭിച്ചാൽ എത്ര കണ്ട് വിജയിക്കും? അതിന് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വരത്തില്ലേ? ഞാൻ ഒരു സ്കൂളെന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്താനല്ല എൻ്റെ മനസ്സിൽ. ഞാൻ ഒരു ആദിവാസി വില്ലേജിൽ ഗവൺമെൻറ് സ്കൂള് നടത്താൻ റിഫ്യൂസ് ചെയ്തപ്പോൾ അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. അന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകൾ, അവർക്ക് സിലബസായിട്ട് പുസ്തകമൊന്നും വയ്ക്കാതെ 2-3 വർഷത്തേക്ക് അവരുടെ ലോക്കൽ ലാംഗ്വേജും പിന്നെ എൻവയോൺമെൻറ്റ്, മണ്ണ്, ഇതെല്ലാമായിട്ട് ബന്ധപ്പെടുത്തി യൂഷ്വൽ സിലബസിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി
അവരെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരാനും ഒക്കെയാണ് ഞാൻ തുടങ്ങിയത്. എനിക്ക് തോന്നിയത് നല്ലൊരു അനുഭവമായിരുന്നു. കാരണം അവർ ആന്നുള്ള ഒരു അക്ഷരം പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന അനാറെന്ന് പറഞ്ഞാൽ ഈ മാതളനാർ അത് എന്താണെന്ന് പോലും അവർക്കറിയത്തില്ല. ഞങ്ങൾ കുറേ സാധനങ്ങളുമായിട്ട് അപ്പം അവരുടെ ഹൊറൈസൺ ബലപ്പെടുത്താനും അതേസമയം അവരെ പ്രകൃതിയോടും എല്ലാം കൂടെ കൂട്ടിയെടുത്താണ്. അങ്ങനെ അവരിലുള്ള പൊട്ടൻഷ്യല് വളർത്താൻ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ചിലർ വരയ്ക്കാൻ പഠിക്കുന്നത്, ഡാൻസ് ചെയ്യാനും അങ്ങനെയൊക്കെ തുടങ്ങി. പക്ഷെ ആ സ്കൂള് തുടങ്ങി, സ്കൂളിൻ്റെ വിജയം കണ്ടു, വില്ലേജിൻ്റെ ഉണർവും കണ്ടപ്പോഴത്തേക്കാണ് അതിന് വിരോധം. അങ്ങനെ ഒരു 7 വർഷം സമരം ചെയ്ത് അവർ വേറെ ആവണയാക്കാൻ ഞങ്ങളുടെ തന്നെ ടീച്ചറിനെ ഗവൺമെൻറ് ടീച്ചറിലേക്ക് അപ്രൂവ് ചെയ്തത്. അതിപ്പം ഗവൺമെൻറ് സ്കൂളാണ്. എങ്ങനെയാലും ഇനീഷ്യൽ അനുഭവം വളരെ നല്ലതായിരുന്നു. ഒരു 3-4 മാസം പഠിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ കുട്ടികൾ ന്യൂസ് ലെറ്റർ എഴുതാൻ തുടങ്ങി ആ വില്ലേജിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ. അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് സ്കൂൾ 5ാം ക്ലാസ് പാസ്സായാലും കുട്ടി എഴുതാൻ അറിയത്തില്ല. അങ്ങനെ ഒരു സാധിക്കാത്ത ഒരു സ്വപ്നം ഇപ്പോഴും ബാക്കിയുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് വരാൻ കാരണം ഒരുപാട് കമ്മ്യൂണൽ പ്രോബ്ലം നമ്മുടെ രാജ്യത്ത് നടക്കുന്നു. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ് എതിരായിട്ട്. അപ്പം ഇതിനെയെല്ലാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഇത് വളരെ സ്ട്രോങ് ആണ്. ഒരു സെക്യുലർ ചിന്ത, ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഇതെല്ലാം നമ്മൾ പ്രോമിസ് ചെയ്ത് നമുക്കൊരു ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഒരു ബേസ് ഉണ്ടല്ലോ, അത് വെച്ച് പ്രവർത്തിക്കും. ഞാൻ ക്രിസ്ത്യൻ ചിന്തയുണ്ട്. ഇത് രണ്ടും ഏതാണ്ട് ഒരു ലൈനില്ല. ഇതെല്ലാം കൂടെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഞാൻ ഒരാശ്രം, അതോടൊത്തൊരു സ്കൂളെന്ന് പറഞ്ഞാൽ ഈ കൃഷ്ണമൂർത്തിയുടെ സ്കൂളും ഏതാണ്ട് അതുപോലെയൊക്കെയുള്ള, അത് ഇച്ചിരി എക്സ്പെൻസീവ് ഒക്കെയാണ്. പക്ഷെ സിമ്പിൾ വേ അങ്ങനെയൊന്നും പറ്റിയില്ല എന്നൊരു പരീക്ഷണം കൂടെയാണ്. എത്ര പേരതിന് സമ്മതിക്കും വരും വിടുള്ളൂ. ഇപ്പോ ലോകമൊട്ടുക്കും അല്ല ഇന്ത്യ ഒട്ടുക്കും ആൾദൈവം ഇപ്പൊ നമ്മള് ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലായാലും സാക്ഷരതയുള്ള കേരളത്തിലായാലും ആൾദൈവങ്ങൾ ഓരോ തുടക്കത്തിൽ ഒരു ചെറിയ ബിംബം പോലെയാവുന്നു. പിന്നെ അത് വളർന്ന് വലിയൊരു ആൾദൈവങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദയാബായി എന്ന് പറയുമ്പോൾ ആ രീതിയിൽ അങ്ങനെ ഒരു ചിന്തയിലേക്ക് ആൾക്കാരെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരു ഇതാണോ അതൊരു ദൈവമേ അങ്ങനെയൊന്നും പറയില്ലെന്നേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഞാൻ എന്നെപ്പറ്റി എന്നും ഒരു കൊച്ചു രൂപമായിട്ടുള്ള വെരി ലോ ഇമേജ്. ഈ അവാർഡുകളൊന്നും അതിനെ വലുതാക്കിയിട്ടില്ല. പിന്നെ ഇത്രയൊക്കെ ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് ഇത്രയും മേ ബി ഐ ഹാവ് എ മിഷൻ. അത് കഴിയുന്നതും എൻ്റെ വർക്ക് തന്നെ ഒരു ഐ കൺസിഡർ മൈസെൽഫ് ആസ് എ സ്മോൾ പേഴ്സൺ. ഈ സോ കോൾഡ് സ്മോൾ ആളുകളുടെ ഇടയ്ക്ക് കൊച്ചു രീതിയിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, അതിനപ്പുറത്തില്ല. അത് അംഗീകരിച്ചത് ചിലരുടെയൊക്കെ വലിപ്പം കൊണ്ടോ ഇതുകൊണ്ടാണെന്നേ ഞാൻ കരുതുന്നുള്ളൂ. പിന്നെ കുറേ പേരൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ ചിന്താഗതിയിലേക്ക് ആളുകളെ എത്തിക്കാൻ പറ്റി. അതിനപ്പുറത്ത് അങ്ങനെ ഒരു ഡേഞ്ചർ തോന്നുമ്പോൾ ആയി വിട്ടു. സ്പോണ്ടേനിയസ് ആയിട്ട് തെരുവ് നാടകങ്ങൾ എഴുതി ചിട്ടപ്പെടുത്തുക അത് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ അത് സ്വന്തം അനുഭവങ്ങളിൽ നിന്നാണോ അതോ മറ്റുള്ളവർ എന്തെങ്കിലും സമൂഹത്തിൻ്റെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പണ്ട് ഒത്തിരി നടത്തി വിജയിച്ചിട്ടുള്ള ജനങ്ങളിലേക്ക് പെട്ടെന്ന് അവരുടേതായ ലാംഗ്വേജിൽ അവരുടേതായ വേഷത്തിൽ അത് എത്ര കണ്ട് അവിടെ വിജയിക്കുന്നുണ്ട്? അത് എങ്ങനെയാണ് അങ്ങനെ സ്പോണ്ടാനായിട്ട് ചെയ്യാൻ പറ്റുന്നത്? തെരുവ് നാടകം ഞാൻ കേട്ടിട്ടേ ഉള്ളായിരുന്നു. എനിക്കതിലങ്ങനെ ട്രെയിനിങ്ങും അതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ ആ മലമുകളിലത്തെ പ്രസംഗം എന്നും എനിക്കൊരു ഇതായിരുന്നു. അപ്പം എൻ്റെ ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ ഒന്ന് മനസ്സിലാക്കി, ഇവിടെ ഒത്തിരി അന്യായം ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പം ഇവരെ മാത്രം ഇത് പറഞ്ഞ് പബ്ലിക്കായിട്ട് ഈ ചൂഷണം ചെയ്യുന്നവരോടുകൂടി ഒന്ന് പറയണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഞാനൊരു ചെറിയ ആർട്ടിക്കിൾ എഴുതി. എനിക്ക് സുപ്രീം കോർട്ടിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഞാൻ ഈ ലോവർ ലെവലിൽ നിയമമൊക്കെ പഠിപ്പിക്കുന്ന പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ച ഒരു പരിപാടിക്ക്
അതിന് ഞാൻ പോകുമ്പോൾ ഞാൻ കളക്ടറുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ചീഫ് ജസ്റ്റിസ് ഒരു ഇൻവിറ്റേഷൻ കിട്ടി, ഞാൻ പോവുകയാണ്. തിരിച്ചു വന്നപ്പോൾ ഞാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗവും ടേപ്പ് ഇതൊക്കെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്നോട് ചോദിച്ചു വാട്ട് ഡു യു വാണ്ട് ടു ഡു. ഞാൻ പറഞ്ഞു ഐ വാണ്ട് ടു ടീച്ച് ലോ ഇൻ ദ നിയറസ്റ്റ് ഹൈസ്കൂൾ, ഗവൺമെൻറ് ഹൈസ്കൂൾ. കാരണം ഞാൻ ചെറിയ ഇഷ്യൂ ഒക്കെ എടുത്തപ്പോഴത്തേക്കും തന്നെ ഒപ്പോസിഷൻ തുടങ്ങി, ക്രിസ്ത്യാനിയാക്കാണ്, ഫുലാൻ ദേവിയുടെ ഞാൻ കുതിരപ്പുറത്തും പോകാൻ തുടങ്ങിയപ്പോൾ ഫുലാൻ ദേവിയായിട്ട് കണക്ട് ചെയ്തു. പിന്നെ ഫോറിൻ CID, നക്സലായിട്ട്, ഇങ്ങനെയൊക്കെയുള്ള നമുക്കൊന്ന് എൻ്റർ ചെയ്യാൻ പ്രയാസമാണ്. എന്നാലും ഈ ലീഗൽ ചെയ്യുന്നു സുപ്രീം കോടതി നമ്മുടെ കൂടെ ഉണ്ടെന്ന് അതും കളക്ടറുടെ ഇതെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടുത്തെ ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സ് ഹൈസ്കൂളിലുണ്ട്. അവരെ നിയമം പഠിപ്പിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾ മനസ്സിലാക്കി അവർ വഴിയായിട്ട് ഇഷ്യൂസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കളക്ടർ ഗോ ഹെഡ്, യു ഡു വാട്ട് എവർ യു വാണ്ട്. അത് വെച്ചുകൊണ്ട് ഞാൻ ഹൈസ്കൂളിൽ വരുന്നു. അപ്പോൾ ഒരു പൊതുസഭ എൻ്റെ മനസ്സിലുണ്ട്, അവരോട് ഇതെല്ലാം ഒന്ന് പറയണം. ഞാൻ ഒരു റിപ്പബ്ലിക് ഡേ സെലക്ട് ചെയ്തു. റിപ്പബ്ലിക് ഡേയിൽ പബ്ലിക്കും കാണും, ഗവൺമെൻറ് ഓഫീസേഴ്സ് കാണും, സ്റ്റുഡൻസ് കാണും, ഇവരെല്ലാം കൂടെ ഉള്ളൊരു സഭയിൽ അവരെന്നോട് പറഞ്ഞു, നീ ഒരു ഇനാഗുറേഷനിൽ നീ ഒരു 2 വാക്യത്തെ പറ്റി സംസാരിക്കാം. ഞാനത് സ്റ്റാർട്ട് ചെയ്ത് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിൾ, അത് ഹിന്ദിയിൽ ഞാൻ പറഞ്ഞു, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് മുഴുവനും അങ്ങോട്ട് പറഞ്ഞിട്ട് സുപ്രീം കോർട്ടിൻ്റെ ഒരു നല്ല ലാൻഡ്മാർക്ക് ഡിസിഷൻ ഇത് വെച്ചുകൊണ്ട് ഈ ചൂഷണം ചെയ്യപ്പെട്ടവർക്ക് ഒരു ഹോപ്പും കൊടുത്തു, ചൂഷണം ചെയ്യുന്നവർക്ക് ഒരു വാണിംഗ് പോലെ. അന്ന് പ്രസംഗിച്ച ചിലപ്പോൾ നല്ലൊരു റെസ്പോൺസാണ്. പിന്നെ എനിക്ക് തോന്നി പ്രസംഗം മാത്രം പോരാ. അപ്പോൾ അവിടുത്തെ ആളുകൾ ചിലപ്പം വില്ലേജിൽ കഥ പറയുന്ന പോലെ പാട്ട് പാടി ഇത് ചെയ്യുന്നതാണ്. അങ്ങനെ ഞാൻ ഈ നിയമം തന്നെ പാട്ടായിട്ട് കമ്പോസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പാട്ട് വഴി തുടങ്ങി. പിന്നെയാണ് ചെറിയ രീതിയിൽ വില്ലേജിൽ ഇങ്ങനെ പിള്ളേരെയും കൂട്ടി ആക്ട് ചെയ്തുകൊണ്ട് അത് ആ ഇഷ്യൂസും പ്രശ്നങ്ങളും അവതരിപ്പിക്കാനുള്ള ഒരു രീതിയായിട്ട്. പക്ഷെ എൻ്റെ ആദ്യത്തേത് വെച്ച് നോക്കിയാൽ പിന്നെ എനിക്ക് ഒത്തിരി ചെയ്യുന്തോറും കൂടുതൽ ഐഡിയ കിട്ടി. പിന്നെ ചെയ്തു വന്നപ്പോൾ എനിക്കൊന്ന് പുറകിൽ നിന്നൊക്കെ ഇങ്ങനെ കമൻസ് കേൾക്കാം, ഇത് ശരിക്കും സത്യമല്ലേ, ഇങ്ങനെ നടക്കുന്നല്ലോ. അപ്പോൾ പീപ്പിൾ ദേ സീ ദെംസെൽസ് ഇൻ ടു ദ പ്ലേ. അവരുടെ സ്റ്റോറി പിന്നെ ചിലരൊക്കെ കരഞ്ഞ്, ഈവൻ നല്ല എഡ്യൂക്കേറ്റഡ് ലേഡീസ് ഈ അംഗൻവാടിയിലൊക്കെ ഉള്ള ഓഫീസേഴ്സ് പോലും പറഞ്ഞു, ദീദി എന്നെ കരയിച്ചു. അപ്പം എനിക്ക് തോന്നി ഇതൊരു നല്ല മാധ്യമമാണ്. അങ്ങനെ അതങ്ങ് വളർന്നു വന്നു. പിന്നെ ദൈവം കുറച്ച് കഴിവ് തന്നിട്ടുണ്ട് ഇച്ചിരിയായിട്ട് ക്രിയേറ്റീവ് ചെയ്യാനുള്ള. പക്ഷെ ഐ ബേസ് എവറിത്തിങ് ഫ്രം ദർ. അങ്ങനെ പിന്നെ ഞാനെല്ലാം പ്രാർത്ഥിച്ചോണ്ടാ ചെയ്യുന്നത്. പിന്നെ കർത്താവിൻ്റെ ആ പഠിപ്പിക്കുന്ന രീതികളെല്ലാം ഞാൻ ആഴ്ന്നിറങ്ങി ഞാൻ നോക്കിയിട്ടുണ്ട്, അനലൈസ് ചെയ്യാൻ. ഹി ഗോസ് ക്ലോസ് ടു ദ പീപ്പിൾ. അവരുടെ അത് വെച്ചുകൊണ്ട് ആ ഉപമയൊക്കെ ഇതെല്ലാം കൂടെ കൂട്ടിക്കളിക്കുള്ളൊരു പരീക്ഷണം. ഇന്നത്തെ യുവജനങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ മതത്തിലോ ഒന്നും റോൾ മോഡലായിട്ട് ആരും സ്വീകരിക്കാൻ പറ്റുന്നില്ല, ആരും ഇല്ല, അത്തരം ഒരു വ്യക്തിത്വങ്ങളില്ല. അതുകൊണ്ട് യുവജനങ്ങളും ഇന്നത്തെ സമൂഹവും വഴിതെറ്റിപ്പോകും. ദയാബായിയുടെ റോൾ മോഡൽ ആരായിരുന്നു, അല്ലെങ്കിൽ സ്വാധീനിച്ച വ്യക്തിത്വം? ഏറ്റവും സ്വാധീനിച്ചത് മനുഷ്യനായ ഈശോയാണ്. ആ ഈശോ ആ നസ്രത്തിൽ കൂടെ കറങ്ങി നടന്ന് പ്രവർത്തിച്ച ഈശോ. പിന്നെ ഗാന്ധി, പിന്നെ ജീവിതത്തിൽ നേരിട്ടുള്ളത് എൻ്റെ ഫാദർ. ഒരുപാട് എന്നെ സ്വാധീനിച്ചുള്ള പപ്പായത്തെ ഓരോ സ്റ്റെപ്സും പപ്പായുടെ ജീവിതം ഓരോ വാക്കും ഇങ്ങനെ കുറച്ച് പേരെ പിന്നെ വായിച്ച് കേട്ട് ഒരുപാട് പേര് കൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. റാണി ലക്ഷ്മിബായി, ഫാദർ ഡേമിയൻ, ഫ്ലോറൻസ് നൈറ്റിംഗേൽ, ഇങ്ങനെയൊക്കെ കുറേ പേരുടെ എല്ലാവരും കൂടെ. പക്ഷേ മെയിനായിട്ടുള്ളത് ജീസസ്, ഗാന്ധി, മൈ ഫാദർ. സ്ത്രീകൾ ഒത്തിരി അടിച്ചമർത്തപ്പെടുന്നു, സ്ത്രീകൾക്ക് സമത്വം വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാളായി കുറേ ഫെമിനിസ്റ്റുകളും എല്ലാം. പക്ഷെ സ്ത്രീകളെ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ വളരെ ഉയർന്ന നിലയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് പലപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോൾ സമത്വത്തിൻ്റെ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന ഒരവസ്ഥ അങ്ങനെ കാണുന്നില്ല. ചില ഫീൽഡിൽ, എല്ലാ ഫീൽഡിലും അല്ല, ചെറിയ ഫീൽഡുകളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും
നമ്മളുടെ നാട്ടിൽ സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നുണ്ടോ? അവർ ഒരു കുടുംബം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കൂടുതൽ അതിൻ്റെ മുഖ്യധാരയിൽ അവർ ഒരു സ്ത്രീ ശക്തി തന്നെയാണുള്ളത്. ഉണ്ട്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇത്രയും സോക്കോൾഡ് വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടായിട്ടും എനിക്ക് തോന്നുന്നു കേരളത്തിലെ സ്ത്രീകൾ ഇന്നും ലിബറേറ്റഡ് അല്ല. അവർ സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കുകയോ ടു ബി വാട്ട് ദേ വാണ്ട് അത് അത്രയും ആകുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. സ്ത്രീ എന്നും അവർ ജോലി ചെയ്യുന്നുണ്ട്, പുറത്ത് പോകുന്നുണ്ട്, പണം സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു ലിമിറ്റഡ് ഫ്രെയിം വർക്കിലാണ് അവർ നിൽക്കുന്നത്. ലിബറേറ്റഡ് ഒരു തിങ്കിങ് പോലും നമ്മളുടെ ചില ട്രഡീഷൻ ഇതെല്ലാം വെച്ചോണ്ട്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഞാനിങ്ങനെ മുടി ഇത് കെട്ടി കേരളത്തിൽ എത്രയും പ്രായമായച്ച് ഇങ്ങനെ ഇത് കെട്ടിക്കൊണ്ട് ഇത് കെട്ടാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രാൻസിലുള്ള വളരെ നല്ല പ്രിൻസിപ്പൾ. അവർക്ക് റോൾ മോഡൽ ഞാനാണെന്ന് പറയും. കല്യാണം വെച്ചപ്പോൾ ഈ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇതൊക്കെ ബുക്ക് ചെയ്യാതെ അവർ സിമ്പിൾ കുറേ തുണി വാങ്ങിച്ച് ടേബിൾ ക്ലോത്ത് ഉണ്ട് മിച്ചം വന്നതുകൊണ്ട് ഇതുണ്ടാക്കി. അപ്പോൾ എനിക്ക് ഗിഫ്റ്റാണ്. അപ്പോൾ ഇതോട് ബന്ധപ്പെട്ട ഒരു നല്ലൊരു ഐഡിയോളജിയും കൂടെ ഉണ്ട്. ഞാൻ കെട്ടി. പക്ഷെ നമ്മളുടെ മനസ്സിൽ നമ്മൾ ഒരു ലിമിറ്റിനപ്പുറത്ത് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു മനസ്ഥിതിയാണ്. അതുപോലെ ഞാനിങ്ങനെ ഇത് ചുമ്മാ പുല്ലിൻ്റെ കുരു കൊണ്ടുണ്ടാക്കിയ കമ്മല ഞാൻ തന്നെ കൈകൊണ്ട്. ഇത് ഞാൻ ഒരിക്കൽ ബസ്സിൽ പോകുമ്പോഴേ എൻ്റെ അനിയത്തിയോട് ഒക്കെ ഇത്രയും പ്രായമായത് ഇങ്ങനെ കുണുങ്ങുന്ന ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മളങ്ങ് ബോണ്ടഡായി നിൽക്കുക. ഇന്നെനിക്ക് എന്നെപ്പറ്റി പറയാനുള്ള ഐ ഹാവ് ഗോൺ എവേ ഫ്രം ദാറ്റ്. നമ്മുടെ സ്ത്രീകൾ മോഡേൺ വേഷം ഇതൊക്കെ എടുത്തെങ്കിലും വി ആർ സ്റ്റിൽ നോട്ട് ഫ്രീ. എനിക്ക് തോന്നുന്ന സ്ത്രീകൾക്ക് എതിരെ സ്ത്രീകളെ തന്നെയാണ്. അതുകൊണ്ട് അല്ലാതെ ആണുങ്ങൾ അങ്ങനെ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ന് ഒരു വിവാഹം നടക്കുമ്പോൾ ഒരു സ്ത്രീ പറയുന്നില്ല എനിക്ക് ഇന്ന മാതിരി ആഭരണം വേണ്ട, ഞാൻ സിമ്പിളായിട്ട്. സ്ത്രീകൾ തന്നെയാണ് കൂടുതൽ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ സ്ത്രീയെ പുരുഷൻ അടിച്ചമർത്തപ്പെടുന്നു എന്ന് മാത്രം ഞാൻ പറയുന്നില്ല. ബട്ട് അവർ വിമൻ ആർ നോട്ട് ലിബറേറ്റ്. അതിനെ ഒരു പരിധിവരെ സോഷ്യൽ കൺട്രോൾ, മതപരമായ മതങ്ങളുടെ ഇടപെടൽ കൊണ്ടുള്ള സാമൂഹികമായ കൺട്രോൾ എല്ലായിടത്തും വരുന്നില്ലേ? അതുകൊണ്ട് നമ്മുടെ മതം എന്ന് പറഞ്ഞാൽ ആ റിലീജിയസ് സ്ട്രക്ചർ തന്നെ ഭയങ്കര അൺജസ്റ്റാണ്. ഒത്തിരി കൺസർവേറ്റീവാണ്. ഈ ആളുകളുടെ പ്രശ്നവും അതുമായിട്ട് അവർക്ക് എന്താ ബന്ധം? ദേ ആർ വെരി കംഫർട്ടബിൾ സെക്യൂർ ലൈഫ്. മാരേജ് പോലെ തന്നെ നമുക്ക് ഇന്ത്യൻ മാരേജ് ആക്ട് എന്ന് പറയുന്ന നിയമം അല്ലല്ലോ. ഓരോ മതത്തിനെയും ബേസുള്ള മാരേജ് ആക്ടുകളിൽ കിടക്കുന്നതാണ്. എൻ്റെ ഇതിനകത്ത് ഇപ്പോൾ ദയവായിക്ക് 72 വയസ്സ് പറയുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. 72 വയസ്സായി ഇപ്പോഴും ഈ ആരോഗ്യവതിയായി ഇങ്ങനെ ഇരിക്കാനുള്ള സാധാരണ ഒരു ഇന്ത്യൻ ഇത്തരത്തിലൊക്കെയുള്ള യാത്രകൾ ബുദ്ധിമുട്ടാണ്. അതിനെന്തെങ്കിലും കൃത്യമായ ജീവിത നിഷ്ഠകളോ? എനിക്ക് തോന്നുന്നു എൻ്റെ സിമ്പിൾ ലൈഫ്, മോർ ലൈഫ് ക്ലോസ് ടു നേച്ചർ. പിന്നെ ഫിസിക്കലി ഞാൻ ഒത്തിരി ആക്റ്റീവാണ്. ഒരുപാട് നടക്കും, മണ്ണിനോട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ഒത്തിരിയൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഇതും കൂടെയാണ്. എല്ലാം കൂടെ യോഗ കഴിയുന്നത് ഞാൻ നാച്ചുറലായിട്ടുള്ള ഒരു വേ ഓഫ് ലൈഫാണ് കഴിയുന്നത്. പല അൾട്രാ മോഡേണിലേക്ക് പോകാറ് പല കൂട്ടങ്ങൾ കൺട്രിബ്യൂട്ട് ചെയ്യുന്നു. പിന്നെ ഒത്തിരിയൊക്കെ ഏജൊക്കെ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് അവർ മൈൻഡ്. ഞാൻ ദേബായിയുടെ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് നിസ്സാര സാധനങ്ങൾ മാത്രമേ പുറത്തുനിന്ന് വാങ്ങിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം സ്വന്തമായിട്ടുണ്ടാക്കിയ. ലാൻഡും കൃഷിയും തുടങ്ങിയ പിന്നെ ഞാൻ ഉപ്പ്, പഞ്ചസാര, തേയില ഇതേ വാങ്ങിക്കാറുള്ളൂ പൊതുവെ. അല്ലെങ്കിൽ ഒത്തിരി വലിയ ഗ്രൂപ്പൊക്കെ വരുമ്പോഴാണ്. അതെല്ലാം പ്യുവർലി ഓർഗാനിക്കലി വേസ്റ്റ്, കഴിയുന്നതും ലോക്കൽ, ഇങ്ങനെയൊക്കെയാണ്. ദയാബായി ഇത്ര സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിൽ വളരെ നന്ദി. എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇങ്ങനെ ഒരവസരം തന്നതിനും യു ഹാവ് അക്സെപ്റ്റഡ് മീ ആസ് ഐ ആം. അതാണ് എനിക്ക് ഒത്തിരി സന്തോഷം. കാരണം മലയാളികൾ സാധാരണ അങ്ങനെയല്ല. ദയാബായിയുടെ ഇതേപോലുള്ള പ്രവർത്തനം ഫർദർ ഇതിലും ശക്തിയായിട്ട് ഉണ്ടാകട്ടെ. അതിനുള്ള ഞങ്ങളുടെ മാനസികമായ പിന്തുണയും നൽകുന്നു. അതോടൊപ്പം ആശംസിക്കുകയും നല്ല പ്രവർത്തനം ഭാവിയിലും ധൈര്യപൂർവ്വം
ശക്തിപൂർവ്വം മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആശംസിക്കുന്നു. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ഒത്തിരി ദയവായി ഉണർന്നു വരണമെന്നും കൂടെ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ചോദിക്കട്ടെ, ഓരോ അവാർഡുകൾ വാങ്ങിക്കുമ്പോഴും എന്താണ് ആ വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം? ഇനിയും ഞാൻ മുന്നോട്ട് പോകണം എന്നാണോ, അതോ എൻ്റെ ഇത് കഴിഞ്ഞ് ഇനിയും പിന്തുടർച്ചക്കാർ വരട്ടെ എന്നാണോ? ഓരോന്നും അവർ ന്യൂസ് തരുമ്പോൾ ഇത് മതി, ഇനി വേറൊരാളെ അന്വേഷിക്കുക. എനിക്ക് ആദ്യകാലങ്ങളിൽ മുഴുവൻ ഞാൻ കരച്ചിലായിരുന്നു. ബിക്കോസ് ഐ കുഡൻറ്റ് ടേക്ക്. ഞാൻ എന്നെ അങ്ങനെ ഒരിക്കലും കണ്ടിട്ടില്ല, ഒരു ക്യാമറയുടെ മുന്നിലോ സ്റ്റേജിലോ നിൽക്കുന്നൊന്നും ഞാൻ ഓർത്തിട്ടില്ല. ഇങ്ങനെ വരുമ്പം പിന്നെ ഇങ്ങനെ കുറേ പേര് ഇത് അംഗീകരിക്കുന്ന, അപ്പം അവരും അങ്ങനെ ചിന്തിക്കുന്നു വലിയവരായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ ഞാൻ വിചാരിക്കുന്ന ഓരോന്നും വരുമ്പം ഇനി വേറെ ആരെങ്കിലും നോക്ക് എന്ന്. പക്ഷെ അത് അങ്ങനെ ആർക്കും കൊടുക്കാവുന്നതല്ല. അപ്പം ഞാൻ ഇന്ന് വിചാരിക്കുന്ന ഇങ്ങനെ ഒത്തിരി പേര് യൂത്തിനൊക്കെ ഇപ്പോൾ ഒരുപാട് ഞാൻ ക്ലാസ് എടുക്കുമ്പം ഞാൻ വിചാരിക്കുന്നത് എന്നെക്കാളും നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് കുറേ പേര് വരണം എന്നാഗ്രഹിക്കുന്നുണ്ട്. അവാർഡ് മതിയാക്കണമെന്നുമുണ്ട്. സന്തോഷം. ഞാനൊരു 20 സ്കൂളിലും CBSE പബ്ലിക് റെസിഡൻഷ്യൽ സ്കൂൾ പണച്ചാക്കിട്ട് ഉരുട്ടുന്ന കുട്ടികളുടെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്. ആ ഫീലിങ്സോ ഇമോഷനോ ഹ്യൂമൻ ക്വാളിറ്റീസോ ഐ കുഡ് നെവർ സീ. ഈ പാവപ്പെട്ട 2 ഗവൺമെൻറ് സ്കൂളിൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ്. ഇവിടെ വന്ന് ഇത്രയും മെറ്റീരിയലിസവും കൺസ്യൂമറിസവും ഒക്കെ ഉള്ള ഇങ്ങനെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ടെന്നുള്ള അതൊരു ഹൃദ്യമായ അനുഭവമാണ്. വാട്ട് ഈസ് എഡ്യൂക്കേഷൻ, വാട്ട് ഈസ് ഡെവലപ്മെൻറ്റ്? നമ്മൾ ചാരിറ്റി ചെയ്താൽ മാത്രമേ ടു ഗ്രോ അവർ ഓൺ ഹ്യൂമൻ പൊട്ടൻഷ്യൽസ് ടു ദ മാക്സിമം, യൂസ് എവറി ഓപ്പർച്യൂണിറ്റി. അതാ ഞാൻ അത് കുറച്ചെങ്കിലും ഇവിടെ കേടി വഴിയും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല, ഇനി നിങ്ങൾ വല്ലതും ചോദിച്ചാൽ കൂടുതൽ പറയാം. അത് ഞാൻ പറയാൻ കാരണം പലപ്പോഴും മെറ്റീരിയലിസം അല്ലെ കൺസ്യൂമറിസത്തോടു കൂടി നല്ല നല്ല ഹ്യൂമൻ പൊട്ടൻഷ്യൽസ് നശിച്ചു പോകും, ഹ്യൂമൻ ക്വാളിറ്റീസ്. അതൊരു വലിയ അനുഭവം. എനിക്കത് കണ്ണു തുറപ്പ്. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് എന്നെപ്പറ്റി മാതൃഭൂമിയിൽ ഒരു ആർട്ടിക്കിൾ വന്നേച്ച് ഫോൺ നമ്പർ കൊടുത്തിരുന്നു. എനിക്ക് കിട്ടിയ ഫോൺ കോളിന് ഒരു അവസാനം 4 ദിവസം 6 o'clock മുതൽ 10 o'clock. അതിൽ ഇതുപോലെ ഒരു കുട്ടി, ഒരു 6 വയസ്സുള്ള ഒരു കുട്ടി, 7 വയസ്സ്. ഹലോ, ഞാൻ കണ്ണനാണ്. കണ്ണൻ എന്താ ഫോൺ വിളിക്കുന്നത്? അമ്മൂമ്മയുടെ ഫോട്ടോ പത്രത്തിലുണ്ട്, അമ്മൂമ്മയെ പറ്റി പത്രത്തിൽ എഴുതിയിട്ടുണ്ട്, എനിക്ക് അമ്മൂമ്മ ഇഷ്ടമാണ്. എന്നിട്ട് ഈ കുട്ടി ഇതുവരെ സംസാരിക്കും. ഞാൻ അവനെ പറ്റി അന്വേഷിച്ചപ്പോൾ നിന്നോട് ആരാ പറഞ്ഞ് ഫോൺ വിളിക്കാൻ? ആരും പറഞ്ഞില്ല. പത്രത്തിലൊക്കെ അമ്മൂമ്മയുടെ ജോലിയെ പറ്റി വരുമ്പോൾ അച്ഛൻ പറയാറുണ്ട്, അച്ഛൻ കിടക്കുക. ഈ കണ്ണൻ അങ്ങനെയൊന്നും വിളിക്കാൻ തോന്നുന്നു. അവൻ്റെ ആ വേൾഡിൽ നിന്ന് വേറൊരു വേൾഡില് ഈ അമ്മൂമ്മ ഈ ആദിവാസിയെ വിളിച്ച് ഇങ്ങനെ പിന്നെ ഒരിക്കലും അമ്മൂമ്മ ഇന്ന് ഞങ്ങള് പൈനാപ്പിൾ മേടിച്ചു, അമ്മൂമ്മയ്ക്ക് വേണം. എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ സമ്പത്ത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഹ്യൂമൻ ക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ അതർ ഓറിയന്റഡ് അതിലൊരു ഭാഗമാണ്. പക്ഷെ ഇന്ന് കൂടുതൽ സംഭവിക്കുന്നത് നമ്മൾ നമുക്ക് ചുറ്റും ഒരു വാൾ ഉണ്ടാക്കി ടു മച്ച് സെൽഫിഷ്നെസ്. അതിവിടെ കുറച്ച് കുറവുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു പരിപാടിയൊക്കെ ഉള്ളത് എനിക്ക് തോന്നുന്നത് ഒത്തിരി നല്ലതാണ്. ലെറ്റ് us go. വേൾഡ് ഈസ് സോ ബിഗ്. ലെറ്റ് us go out of ourselves. അത് നമ്മളെ തന്നെ ഒത്തിരി വളർത്തും. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. ഞാൻ എൻ്റെ വീടും വിട്ട് എൻ്റെ ലോകം, എൻ്റെ സംസ്കാരം, എൻ്റെ തൊലി നിറം എല്ലാം മാറി കഴിയുമ്പോൾ ഐ ഹാവ് ഗ്രോൺ. ലോകം എന്നെ റെക്കഗ്നൈസ് ചെയ്യും. അതിൻ്റെ അവാർഡൊന്നും നോക്കണ്ട. ബട്ട് ഇന്നർ സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ തന്നെ പൊട്ടൻഷ്യൽസ് മനസ്സിലാക്കുക, നമുക്ക് ബോധ്യമായിട്ടുള്ള രീതിയിൽ ജീവിക്കുക. ഇതാണ് ഏറ്റവും വലിയ നേട്ടം എനിക്ക് പറയാം. നിങ്ങളിങ്ങനെ കൊച്ചായിട്ട് തുടങ്ങി ഒരു പക്ഷേ യു വിൽ ഓൾസോ ഫൈൻഡ് യുവർ ഓൺ വൊക്കേഷൻ. അത് ബോധ്യമായിട്ട് ചെയ്യുക.
അത്രയേ ഉള്ളൂ. താങ്ക് യു.